കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സൂപ്പർ മോം, എക്സലന്റ് പ്ലാൻ, ഗ്രേറ്റ് ജോബ്. ഇനി വസുവേട്ടത്തിയുടെ കഥ കഴിഞ്ഞു എന്നർത്ഥം. നിങ്ങളെന്ത് പറയുന്നു പ്രേം? ഞാനെന്ത് പറയാനാ? നീ ഒരു അതിബുദ്ധിക്കാരിയാണെന്ന് ഞാൻ പറയും. എന്താ സിസ്റ്റർ സൈലന്റ് ആയിരിക്കുന്നു? നിങ്ങൾക്ക് പ്ലാൻ ഇഷ്ടപ്പെട്ടില്ലേ? ഇതുപോലുള്ള പ്ലാൻ ഒന്നും എനിക്ക് സംഭവിക്കാത്തേ. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ആന്റി അംബിക ദേവി ആവില്ലായിരുന്നോ? സുമംഗലയായി ഇരിക്കില്ലായിരുന്നല്ലോ. ഞാനൊന്നും അങ്ങനെ വെറുതെ ചെയ്യില്ല സിസ്റ്റർ. പ്ലാനിങ്ങോടെയേ ചെയ്യൂ. നിങ്ങളെപ്പോലെ ഫെയിൽ ആവില്ല. എന്താ പ്രേം? അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. Thank you mom, I love you so much. Thank you Pie, I love you. Sorry, സിസ്റ്റർ അടുത്ത് നിന്ന് കണ്ടില്ല. You don't worry sister. ഇത് വർക്കൗട്ട് ആവുക തന്നെ ചെയ്യും. വസുവിനെ നമ്മൾ എന്തായാലും പുറത്താക്കും. ഇത് ദൈവത്തിന് പോലും തടുക്കാനാവില്ല. ദൈവമൊന്നല്ല, ആരും തടുക്കാൻ പാടില്ല. എനിക്ക് കിട്ടാത്ത രണ്ടാം കല്യാണം അഭിക്കും വസുവിനും നടന്നു. പക്ഷെ അവരൊന്നിക്കാൻ പാടില്ല. എന്നെ പോലെ തനിച്ച് ജീവിക്കണം. കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും ഒന്നായില്ലെങ്കിൽ എത്ര വലിയ തെറ്റാണെന്നറിയോ? അബിയുടെ ജീവന് ഇതിന് ആപത്തുണ്ടായില്ലേ? നിങ്ങൾ ഒന്നാവാത്തത് കൊണ്ട് അങ്ങനെ സംഭവിച്ചത്. ഈ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി തീരണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് അപകടങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവും. വാതിൽപ്പടിയിൽ കെട്ടിയിരുന്ന കുമ്പളം താഴെ വീണുടഞ്ഞല്ലോ. അപശകനാണല്ലോ. ആരതി അണഞ്ഞു പോയല്ലോ. ഇത് തീർച്ചയായിട്ടും അപശകനം തന്നെയാ. വസുന്ധര, വസുന്ധര, എന്താ ആലോചിക്കുന്നേ? അത് കുമ്പളങ്ങി വീണുടഞ്ഞതോ ആരതി ഇവിടെ കണഞ്ഞതുപോലെ ആലോചിക്കുന്നേ? അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. ഇളയമ്മ എന്തോ വെറുതെ പറഞ്ഞതായിരിക്കും. അതല്ല ഏട്ടാ, കുറച്ചു നേരം മുൻപ് ഏട്ടന്റെ മുത്തശ്ശി ഇവിടെ വന്നിരുന്നു. അവരൊക്കെ പഴയ കാലത്തെ ആൾക്കാരല്ലേ, വയസ്സിന് മുതിർന്നവരാ. അന്ധവിശ്വാസം കൂടുതലായിരിക്കും. എന്തെങ്കിലും പൂജ ചെയ്യാൻ പറഞ്ഞിരുന്നോ? നമ്മൾ ഒന്ന് ചേരണമെന്ന് പറഞ്ഞു. ആ പൂജ ചെയ്യണോ വേണ്ടോ എന്നാണ് ആലോചിക്കുന്നത്. എങ്ങനെ ഒന്ന് ചേരുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുന്ന. മുത്തശ്ശി പറഞ്ഞതുകൊണ്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഏട്ടൻ ആപത്തെന്നാ പറയുന്നത്. പക്ഷേ ചെയ്യുകയാണെങ്കിൽ തനിക്ക് നല്ലതായിരിക്കും. എന്തൊക്കെയായാലും അവര് മുതിർന്നവരല്ലേ. എന്തു പറഞ്ഞാലും നമ്മുടെ നല്ലതിനു വേണ്ടിയായിരിക്കും. അതുമാത്രമല്ല, തനിക്കും ഈ പൂജയും നമസ്കാരമൊക്കെ
ഇഷ്ടമുള്ള കാര്യമല്ലേ? അത് പിന്നെ അവര് പൂജയുടെ കാര്യമല്ല പറഞ്ഞത്, ഒന്നാവുന്ന കാര്യം. അവർ പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ അവർക്ക് വിഷമാവും. വർഷത്തിൽ ഒരു തവണ നമ്മൾ ഇവിടേക്ക് വരുന്നത്. അവരെ വെറുതെ വേദനിപ്പിക്കണോ? പക്ഷെ എനിക്കത് വേദനയാവുമല്ലോ. എന്താ ഇപ്പൊ ചെയ്യോ? എന്റെ മുത്തശ്ശിയെ എന്റെ അമ്മയ്ക്ക് വളരെ ഇഷ്ടം. മുത്തശ്ശി പറഞ്ഞ കാര്യം താൻ ചെയ്യുകയാണെങ്കിൽ അമ്മ ഒരുപാട് സന്തോഷിക്കും. നമ്മളൊന്ന് ചേരേണ്ടത് അമ്മയുടെയും കൂടി ആഗ്രഹം. മുത്തശ്ശി എന്ത് പറഞ്ഞാലും അമ്മ അതുപോലെ ചെയ്യും. അതുകൊണ്ടാ അമ്മയും മുത്തശ്ശിക്കും ഒരുപാട് ഇഷ്ടം. എന്റെ ഇഷ്ടം ഇവിടെ ആർക്കും അറിയണ്ടല്ലോ. ചില കാര്യങ്ങൾ ചെയ്യാൻ തനിക്കും താല്പര്യമില്ലായിരിക്കും. പക്ഷേ നമ്മൾ ചെയ്യുന്നതെല്ലാം നമുക്ക് ഇഷ്ടമുണ്ടാവണമെന്നില്ല. ചില സമയങ്ങളിൽ വലിയവരുടെ ഇഷ്ടത്തിനു വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മാറ്റിവെക്കണം. ഏട്ടനെ അറിഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതാണോ അതോ അല്ലാതെയാണോ? അതുപോട്ടെ, തനിക്ക് താല്പര്യമുണ്ടല്ലോ അല്ലേ? ഏട്ടൻ എന്താ ഉദ്ദേശിച്ചേ? അത് തന്നെ മുത്തശ്ശി പറഞ്ഞ കാര്യം. അത് പിന്നെ തന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല. തന്റെ ഫ്രീഡത്തിന്റെ ഇടയിൽ ഒരിക്കലും ഞാൻ തടസ്സം വരില്ല. പക്ഷേ അത് ഞാൻ എനിക്കെല്ലാം അറിയാം. എന്റെ വാക്ക് താൻ ധിക്കരിക്കില്ല. അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. എനിക്കെല്ലാം മനസ്സിലായി. ഈ പൂജയൊക്കെ എനിക്കിഷ്ടമല്ലെന്നല്ലേ? താനാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ ഞാൻ തടസ്സം നിൽക്കില്ല. ഏട്ടന് കാര്യം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്ത് കാര്യം? ആ കാര്യം ഏട്ടനോട് എങ്ങനെ പറയണമെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് പറയേ. ഞാനിതെങ്ങനെയാ പറയുന്നേ? പറയാൻ പാടില്ലാത്തയാണോ? പക്ഷെ പറഞ്ഞില്ലേ മതിയാവൂ. എന്നാ പിന്നെ പറഞ്ഞോളൂ. അത് ഞാൻ എങ്ങനെയാ പറയാ? എന്നോട് പറയാൻ എന്തിനാ എത്ര മടി കാണിക്കുന്നേ? അതെങ്ങനെ പറയാൻ പറ്റുന്നല്ല. തനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് ധൈര്യമായിട്ട് പറയാന്നേ. എനിക്ക് അത് പറയാനുള്ള ധൈര്യം കിട്ടുന്നില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം. എന്റെ മുത്തശ്ശി പറഞ്ഞ ആ പൂജ അങ്ങ് ചെയ്തേക്ക്. അപ്പൊ തനിക്ക് ധൈര്യം വരും. എന്ത് പറയുന്നു? അത് പൂജയൊന്നും അല്ല, വേറൊന്നാ. അത് ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ച് കുഴപ്പത്തിലായിരിക്കുക. തന്റെ മനസ്സിലെ ഭയവും വേവലാതിയും എല്ലാം മറന്നേക്ക്. തനിക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നോ അത് ചെയ്തേക്ക്. മനസ്സെന്ത് പറയുന്നോ അത് ചെയ്തേക്ക്. ഡു വാട്ട് യു ലവ് ആൻഡ് ലവ് വാട്ട് യു ഡു. തനിക്ക് തുണയാൻ ഞാനുണ്ടാവും. തനിക്കൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. വസുന്ധര, ഒരു കാര്യം ചോദിക്കുക. എനിക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം കിട്ടണം. തനിക്ക് എന്റെ മേൽ വിശ്വാസമുണ്ടോ അതോ ഇല്ലയോ? എന്നാ പിന്നെ പൂജ ചെയ്തേക്ക്. ഈശ്വരാ, എന്നെ എന്തിനാ ഇങ്ങനെ വെറുതെ പരീക്ഷിക്കുന്നേ? ഏട്ടൻ പൂജ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നു. ഒരു കുടുംബമാവുന്ന കാര്യം പറഞ്ഞത്. പക്ഷെ ആ കാര്യത്തിന് മനസ്സ് തയ്യാറായിട്ടില്ല. അത് ചെയ്യാതിരുന്ന ഏട്ടന്റെ ജീവൻ ആപത്താ. എന്താ ചെയ്യാ? എടാ രാമോഹൻ, എവിടെയാ നിങ്ങളെല്ലാവരും? എന്താ ചെറിയ പറഞ്ഞോളൂ അമ്മേ. ആദ്യം ഇവിടെ ഇരിക്കേ.
മക്കളെ, നിങ്ങളൊക്കെ എവിടെയാ? എല്ലാവരും ഇങ്ങോട്ടൊന്ന് വന്നേ. നിങ്ങൾ ഇവിടെ എത്തി, മറ്റുള്ളവരൊക്കെ എവിടെ? ധാണ്ടേ കുട്ടികളൊക്കെ എത്തി. കുട്ടികൾ മാത്രമല്ല, നിന്റെ 3 മക്കളും മരുമക്കളും എവിടെയാ ഉള്ളത്? മരുമക്കളെന്താ എത്തിക്കഴിഞ്ഞു? ഇരിക്കു മക്കളെ. നിന്റെ കുട്ടികളൊക്കെ എവിടെ? എന്താ അംബികേ, ഇവർ സിറ്റിയിലുള്ളപ്പോ ബിസിനസ്സുകാരെ പോലെ ഇരിക്കും, നാട്ടിൽ വന്നപ്പോ ഇവർ കർഷകരെ പോലെ ആയല്ലോ. ഗ്രാമത്തിലുള്ളവരൊക്കെ ഇങ്ങനെയായിരിക്കുന്നത്. എന്താ ഈ ഡ്രസ്സില്? ഇതൊരു ആചാര രീതിയാണ് കാർത്തികേ. ഇവരെപ്പോ നാട്ടിലേക്ക് വന്നാലും ഇങ്ങനെ ട്രഡീഷണൽ വസ്ത്രങ്ങളാണ് ധരിക്കാറ്. കുട്ടികൾ സിറ്റിയിലാണെങ്കിലും നാട്ടിലെ ശീലങ്ങളൊന്നും അവര് കളഞ്ഞിട്ടില്ല രാമോഹൻ. പിന്നെ ഇവരാരാന്നാ നീ വിചാരിച്ചേ? എന്റെ ചെറുമക്കളാ. ഈ വയസ്സാം കാലത്ത് ഇവർക്ക് പേരക്കുട്ടികളെ കണ്ട് സന്തോഷിച്ചിരുന്നാ മതിയല്ലോ. എനിക്കൊരു 2ാം കല്യാണം നടത്തി തരണം എന്നുള്ള ഒരു ചിന്തയില്ല. എല്ലാരും എത്തിക്കഴിഞ്ഞു, ഇനി പറഞ്ഞോളൂ ചെറിയ. നിങ്ങളെല്ലാം വരുന്നത് കൊണ്ട് എല്ലാ ഏർപ്പാടുകളും ചെയ്തിരിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യണമെന്നാണോ അതോ നിങ്ങൾ തന്നെ ചെയ്യുന്നോ? മറ്റേർപ്പാടുകളോ? അതേ മോളെ, നാളെ എന്തായാലും ഉത്സവം തുടങ്ങിയല്ലേ, അതിന്റെ ഏർപ്പാടൊക്കെ ആരാ ചെയ്യാൻ പോകുന്നേ? ഞങ്ങൾ തന്നെ ചെയ്യാൻ പോകുന്നേ. എല്ലാ ജോലിയും ഏട്ടൻ തന്നെ ചെയ്യോ? കുറച്ച് നിങ്ങളും ചെയ്യും, ബാക്കി ഞങ്ങളും ചെയ്യാം. ആരൊക്കെ എന്തൊക്കെ ജോലിയാ ചെയ്യേണ്ടത്? അങ്ങനെ പിരിച്ചു പറയാനൊന്നും കഴിയില്ല, ഓരോ ടീമായിട്ട് പിരിക്കണം. എല്ലാരും അവരവരുടെ ടീം പറഞ്ഞേ. എപ്പോഴത്തെയും പോലെ ഏട്ടൻ, ഞാൻ, അഖിൽ ഒരു ടീം അച്ഛൻ. അപ്പൊ പിന്നെ വസു, ഞാനും കാർത്തികയും ഒരു ടീമാ. ഞാനും മോമോ എപ്പോഴും ഒരു ടീമാ. ഞാനും എന്റെ അംബികയുടെ ടീമില്ല.
ഞാനും അവരുടെ ടീമിൽ തന്നെയാ. ഞാനും അനുവും കീർത്തിയും ഒരു ടീമാവാം. എനിക്ക് നിന്റെ ടീമിൽ ചേരണ്ട. അനു അനു, നമുക്ക് ഉണ്ണിയുടെ ടീമിൽ തന്നെ ചേരാം. ഓക്കേ. അപ്പൊ നിങ്ങൾ ആരുടെ ടീമിലാ? ചെറിയമ്മയും ജയന്തിയും ഞാനും ചെറിയച്ഛനൊക്കെ ഒരു ടീമിലാവാം. നമ്മൾ മുതിർന്നവരല്ലേ, കുട്ടികളോടൊപ്പം മത്സരിക്കാൻ നിന്നാൽ എങ്ങനെയാ? കുട്ടികളെല്ലാം ചേർന്ന് എങ്ങനെ ജോലി എടുക്കുന്നെന്ന് നോക്കാം. എന്തു പറയുന്നു മരുമകളെ? ശരി അമ്മേ. ആരൊക്കെ എന്തൊക്കെ ജോലി ചെയ്യണമെന്ന് നമുക്ക് നറുക്കെടുത്ത് തീരുമാനിക്കാം. അത് നല്ല ഐഡിയ ഉണ്ണി. നറുക്കെടുപ്പ് തന്നെ ആവട്ടെ. ആ, ആദ്യം ആരാ നറുക്കെടുക്കുന്നത്? എന്റെ അംബിക എടുക്കുമെങ്കിൽ എല്ലാത്തിലും അവളാ മുന്നിൽ നിൽക്കുന്നത്. അല്ലേ അംബികേ? ലൈഫിൽ ആദ്യമായിട്ടാ ഒരു നല്ല കാര്യം പറഞ്ഞത്. അപ്പൊ ഞാൻ ഒരു നറുക്കെടുത്തിട്ട് വരട്ടോ? ആ, ചാണകം പതിയണം. എന്ന് പറഞ്ഞാൽ പശുവും ചാണകം എടുത്ത് നന്നായി പരുത്തി ഭിത്തിയിലടിക്കണം. അതെല്ലാം നന്നായി ഉണങ്ങിയതിന് ശേഷം മാല പോലെ കെട്ടണം. എന്താളിയാ നല്ലൊരു ജോലിയാണല്ലോ കിട്ടിയത്. സോറി അംബികേ. ഇനി ഒരിക്കൽ കൂടെ നിങ്ങൾ വാ തുറന്നാലുണ്ടല്ലോ, ചാണകം കലക്കി ഞാൻ വായിലൊഴിക്കും. അടുത്തതാരാ? അങ്ങോട്ട് ചെല്ലേട്ടാ, ചെല്ലേട്ടാ. കല്ലുകൾ എടുത്തുകൊണ്ട് വരണം. എല്ലായിടവും ചുറ്റി നടന്ന് വിറകും മറ്റു സാധനങ്ങളൊക്കെ കൊണ്ടുവരണം. മോളെ വസു, നീ ഒരു നറുക്കെടുക്ക്. ഓ, കോലം വരച്ച് തെറ്റിപ്പൂ വെക്കണം. നിനക്ക് പറ്റിയ ജോലിയാണല്ലോ കിട്ടിയത്. ആ ഉണ്ണി, ഇനി നിങ്ങളൊരു നറുക്കെടുക്ക്. സീതപ്പഴവും പൂവെല്ലാം കൊണ്ടുവരണം. അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാ. നിങ്ങളെ ഇരുത്തി അഭിഷേകം ചെയ്യും. മൊത്തത്തിൽ എല്ലാവർക്കും പറ്റിയ ജോലി കിട്ടിയെന്ന് അർത്ഥം. ഞങ്ങൾക്ക് മാത്രം കിട്ടിയില്ല. ഇപ്പൊ ഓരോരുത്തരും അവരവരുടെ ജോലി തുടങ്ങിക്കോ. നാളെ നേരം വെളുക്കും മുമ്പ് എല്ലാ ജോലിയും പൂർത്തിയാകണം. ഈ ജോലിയല്ലാതെ വേറെ എന്തെങ്കിലും തന്നൂടെ? പാവ, ഇവരൊക്കെ സിറ്റിയിൽ ജനിച്ചു വളർന്നവരല്ലേ. ചാണകവരൽ ഉണ്ടാക്കുന്നത് ഇവർക്ക് വലിയ പാടായിരിക്കും. അവരുടെ കൂടെ നെയ്യുണ്ടല്ലോ. ചാണകം അവർക്ക് പുതുമയാ.